ഹായ് ഫ്രണ്ട്സ്, പ്രാവശ്യമ്പലത്ത് നിന്ന് വെറും ഒരു 5 കിലോമീറ്ററിൻ്റെ ചുറ്റളവിൽ വരുന്ന ഒരു കിടിലം വീടാണ് അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇത് അപ്പോൾ ഒറ്റ നില വീടാണ് വരുന്നത്. 2 ബെഡ്റൂമുള്ള ഒരു സൂപ്പർ വീടാണ് അപ്പോൾ നമുക്കിന്ന് വരുന്നത്. ചുറ്റുപാടും തന്നെ റെസിഡൻഷ്യൽ ഏരിയയാണ് കേട്ടോ. വേറെയും ധാരാളം വീടുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീടിൻ്റെ വിശേഷമാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. അപ്പോൾ 370 സെൻറ്റിൽ 750 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണിയഴിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് ഒറ്റ നില വീടാണ്. നമുക്ക് 2 ബെഡ്റൂമാണ് ഈ ഒരു വീടിന് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ വരുമ്പോഴത്തേക്ക് നമുക്കൊരു സ്ലൈഡിങ് ആൻഡ് ഫോൾഡിങ് ഗേറ്റാണ് നമുക്കിവിടെ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല വലിപ്പമുള്ളൊരു നമുക്ക് ഗേറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് അത്യാവശ്യം ഏത് കാർ വേണമെങ്കിലും നമുക്ക് ഇടാൻ വേണ്ടിയുള്ള സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്കൊരു 2 കാർ വരെ നമുക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ് നമുക്കിവിടെ ഫ്രണ്ട് പോർഷനിൽ വരുന്നുണ്ട്. ഫുള്ളും തന്നെ നമുക്ക് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വീടിന് നമുക്ക് ബോർവെല്ലും പൈപ്പ് കണക്ഷനാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഈ സൈഡൊക്കെ നല്ല സ്പേസ് ഉണ്ട് കണ്ടോ. ഇവിടെ ഒരു ചെറിയൊരു ഗാർഡൻ പോർഷനൊക്കെ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തറയിൽ ഇൻ്റർലോക്കും നമുക്ക് ഇവിടെ ഫുള്ള് തന്നെ സിമെൻറ്റ് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫുള്ള് ക്ലീനായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വീടിൻ്റെ ചുറ്റുപാടും സെറ്റാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ സിറ്റ് ഔട്ട് നോക്കാം. ഈ ഭാഗത്ത് ഒരു ചെറിയൊരു സിറ്റ് ഔട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്കിവിടെ ഫ്രണ്ട് ഡോറ് നോക്കാം. ഇതാണ് നമുക്കിവിടെ ഫ്രണ്ട് ഡോറ് വരുന്നത്. ഈ ഒരു ഡോർ ഫുള്ളും തന്നെ പ്ലാവിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഡിസൈനുള്ള ഒരു പ്ലാവിൽ ചെയ്തിട്ടുള്ള ഒരു ഡോറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും കൂടെ ഒരുമിച്ചുള്ള ഒരു സ്പേസാണ് നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആയിട്ട് കയറി വരുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു TV യൂണിറ്റാണ്. അപ്പോൾ ഈ ചുമരിൽ നമുക്ക് ഫുള്ള് തന്നെ ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ TV കൊണ്ടുവരുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള TV വരെ വയ്ക്കാൻ വേണ്ടിയുള്ള സ്പേസ് നമുക്കിവിടെ TV യൂണിറ്റിന് കൊടുത്തിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് തറയിൽ ടൈലിംഗ് ഉണ്ടല്ലേ, നമുക്ക് ഈ ഒരു ടൈലിംഗ് ആണ് ഇവിടെ തറയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഡൈനിങ് ഏരിയയും ഇവിടെ വരുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെയാണ് കവറായിട്ട് ഉള്ളത്. അപ്പോൾ 20x20 ഡയമെൻഷനിലാണ് നമുക്കിവിടെ ലിവിങ് ഏരിയ നമുക്ക് ഡൈനിങ് ഏരിയയും കൂടെ കവറായി വരുന്നത്. മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങും സ്പോട്ട് ലൈറ്റിങ്ങാണ് നമുക്കിവിടെ സീലിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ ഫ്രണ്ട് പോർഷൻ വരുന്നത് കണ്ടോ. ഡൈനിങ് ഏരിയ രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ചെയ്തിട്ടുള്ളത്. ഈ ഇവിടെ ചുമരിൽ ഒരു ആർട്ട് വർക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ഇവിടെ ആയിട്ട് വാഷിംഗ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ലൈറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന മിററും പിന്നെ പുറകെ സൈഡിൽ തന്നെ നമുക്കിവിടെ ഇപ്പോൾ PVC പാനലിലാണ് നമുക്കിവിടെ പുറകിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ അവിടെ കുറച്ച് ഡെക്കോർ ഐറ്റമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്കിവിടുത്തെ വാഷിംഗ് ഏരിയ ഇവിടെ അറേഞ്ച് ആക്കിയിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ ഫ്രണ്ട് പോർഷനിൽ തന്നെ ഇവിടെയും നമുക്കൊരു ഡിസൈൻ ഇങ്ങനെ അപ്പോൾ മുളയുടെ ഒരു സ്പേസിലുള്ള ഒരു ഡിസൈൻ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്കിവിടെ ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചൺ നോക്കാം. ഇതാണ് കിച്ചൺ വരുന്നത്. നമുക്ക് കയറുന്ന എൻട്രൻസിൻ്റെ ഇവിടെ നമുക്കിവിടെ ഒരു പാർട്ടീഷൻ പോലെ സംഭവം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കപ്പോൾ കിച്ചൺ നോക്കാം. കിച്ചൺ അപ്പോൾ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കിച്ചൺ നമുക്ക് 12x11 ഡയമെൻഷനിലാണ് ചെയ്തിട്ടുള്ളത്. മുകളിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ താഴെ നോക്കുമ്പോൾ ഗ്രിപ്പിംഗ് ടൈൽ തന്നെയാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ വർക്ക് ഫുള്ള് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ഫുള്ള് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള കളറിംഗ് ആണ് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു കളറിംഗ് ആണ് കണ്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ കിച്ചണിൽ കൊടുത്തിട്ടുള്ളത്. ഇത് ബ്ലാക്ക് ഒരു ഫിനിഷിംഗ് കൂടെ വരുമ്പോഴത്തേക്ക് ഈ ഒരു കളർ നല്ല ഭംഗിയാണ് കണ്ടോ. ഇവിടെ ആയിട്ട് കൂടാതെ ഒരു ഇലക്ട്രിക് ചിമ്മിനി ഈ ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ കിച്ചണിൽ കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ ആയിട്ടാണ് ഒരു സിങ്ക് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ പുറകു വശത്ത് വരികയാണെങ്കിൽ നമുക്കിവിടെയും ധാരാളം സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു പൈപ്പ് കണക്ഷനൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിവിടെ ആണെങ്കിൽ ഒരു വർക്ക് ഏരിയ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഈ വീടിന് 2 ബെഡ്റൂമാണ് വരുന്നത്. ഒരു ബെഡ്റൂം നമുക്ക് ഈ ഭാഗത്ത്, ഒരു ബെഡ്റൂം ഈ വലത് ഭാഗത്ത്, അങ്ങനെ 2 ഏരിയയിലായിട്ട് നമുക്ക് 2 ബെഡ്റൂം വരും. അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം 12x10 ഡയമെൻഷനിലുള്ള ബെഡ്റൂമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ ചുമരിൽ നമുക്കൊരു ഡിസൈൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. മുകളിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങാണ് സീലിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ആയിട്ട് ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. മൾട്ടിവുഡ് ചെയ്തിട്ടുള്ളതാണ്. നിറവൊക്കെ വരുന്ന ഒരു 2 ഡോർ ടൈപ്പാണ് നമ്മുടെ വാർഡ്രോബ് വരുന്നത്. ഇതാണ് നമുക്കിവിടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. PVC ഡോറാണ് കൊടുത്തിട്ടുള്ളത്. ഭാഗത്ത് വരുമ്പോൾ നമുക്ക് ഗ്രിപ്പിംഗ് ടൈല് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഫുള്ള് ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇനി ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ബെഡ്റൂം 12x10 ഡയമെൻഷനിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ മുകളിൽ ഇവിടെയും നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചുമരിലുണ്ട് ഈ ഒരു പാറ്റേൺ ആണ് നമുക്ക് ഇവിടെ ഡിസൈനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട്. സെയിം അപ്പുറത്തുണ്ട് അതേ ഒരു ടൈപ്പ് വാർഡ്രോബ് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഡോർ വരുന്നത് അപ്പോൾ മൾട്ടിവുഡിൽ തന്നെയാണ് ഈ ഒരു ഇത് ഫുള്ള് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ PVC ഡോർ വരുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിന് വരുന്ന ഡോർ ഇതാണ്. അപ്പോൾ നമ്മൾ അകത്ത് വരുമ്പോഴത്തേക്ക് ഗ്രിപ്പിംഗ് ടൈൽ ഇട്ടിട്ടുണ്ട്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് നമുക്കിവിടെ ഇതിലെടുത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ബാക്കി ലൈറ്റിങ്ങും എല്ലാ സംഭവം വരുന്നുണ്ട്. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ 38 ലക്ഷമാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ വീട് വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഹോം ലോണിനാണ് വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യപ്പെടുന്നെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഹോം ലോൺ അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ചും കൂടെ ലോ ആണ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഹൈ ആയിട്ടുള്ള വീടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ട്രിവാൻഡ്രത്ത് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള വീട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണിച്ചു തരുന്നതായിരിക്കും. നമ്മുടെ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതുപോലത്തെ ഉള്ള വീടിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീട് വന്ന് കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒരു പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കടന്നു വരാം. അപ്പം എല്ലാവരും ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് വിളിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ.